ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുതുവത്സര ധ്യാനത്തിനും പരിശുദ്ധൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുവാനുമായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പരിമല സെമിനാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിലാണ് നമ്മളിന്ന്. കഴിഞ്ഞ വർഷത്തിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നടത്തിപ്പിനെക്കുറിച്ചുള്ളതായ നന്ദി ദൈവസന്നിധി സമർപ്പിക്കുവാനും പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങളോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും സമർപ്പിക്കുവാനുമായിട്ട് ഉള്ളൊരവസരം കൂടിയാണ് ഈ സമയം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ദൈവികമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അത് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ആരാധന ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ കൗദാശികാനുഷ്ഠാന ജീവിതം, നമ്മുടെ നോയമ്പുപവാസ ജീവിതം, ഇതിലെല്ലാം ഈ വർഷത്തിൽ, കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിൽ അത് വീഴ്ചയില്ലാതെ നിൻ്റെ കൃപയിൽ ഞാനത് മുന്നോട്ട് എടുക്കും എന്നുള്ളതായ ഒരു തീരുമാനത്തോടു കൂടി ഈ വർഷത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ, യാതൊരു ക്രമീകരണമില്ലാതെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് സമാധാനമില്ലാത്തതായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകുവാനും കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാനും ഒക്കെ ഈ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിഷ്ഠയുള്ള ജീവിതം നയിക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. കൃത്യസമയത്ത് പ്രാർത്ഥിക്കുക, കൃത്യസമയത്ത് ആരാധനയ്ക്ക് വരിക, കൃത്യസമയങ്ങളിൽ സഭ അനുഷ്ഠിക്കുന്നതായ നോയമ്പ് എടുക്കുക, കൗദാശ്യ അനുഷ്ഠാന ജീവിതങ്ങളിൽ വിശുദ്ധിയോടുകൂടി ഒരുങ്ങുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ്. ഈ പുതുവർഷത്തിൽ 2016 നമ്മുടെ ജീവിതം ആ രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. നമ്മുടെ ശക്തിയോ നമ്മുടെ കൃപയോ ഒന്നും അല്ല നമ്മളെ വഴി നടത്തുന്നത്. ദൈവം നൽകുന്ന ഒരു ദാനമാണ് ജീവിതം. അതുപോലെ തന്നെ ഓരോ നിമിഷവും ദൈവം നൽകുന്ന ദാനം തന്നെയാണ്. ഈ തിരിച്ചറിവിലോടുകൂടെ പലപ്പോഴും നമുക്ക് നമ്മുടെ സമ്പത്തോ നമ്മുടെ ശക്തിയോ നമ്മുടെ അധികാരമോ ഒന്നുമല്ല, മറിച്ച് ദൈവകൃപയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഈ പുതിയ വർഷത്തിൽ നമുക്ക് മുന്നോട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. ഇന്ന് പുതുവത്സര ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ബൈജു തോമസ് അച്ഛനാണ്. ബൈജു തോമസ് അച്ഛന് ഇപ്പോഴും നാഗ്പൂർ സെമിനാരിയിൽ ചർച്ച് ഹിസ്റ്ററിയിൽ സഭാചരിത്രത്തിൽ അധ്യാപകനായിട്ട് നാഗ്പൂർ സെമിനാരിയിൽ പഠിപ്പിക്കുന്നു. ഈ ഇടവകയിലെ അംഗമാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. കോട്ടയം പഴയ സെമിനാരിയിൽ നിന്ന് BD ഡിഗ്രി പൂർത്തീകരിച്ചു. സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഡിഗ്രിയും എടുത്തതിന് ശേഷം നാഗ്പൂരിലതായ സെമിനാരിയിൽ ഇപ്പോഴ് പഠിപ്പിക്കുന്നു. അച്ഛന് നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ ധ്യാനത്തിനായിട്ട് ക്ഷണിച്ചോളും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യാതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠർ, കർത്താവിനാൽ അനുഗ്രഹീതരായവരെ, 2016 എന്നുള്ള ഒരു പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചു. ഈ പുതിയ വർഷത്തിൻ്റെ ഓട്ടം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയമായും ഈ യാത്രയ്ക്ക് അതിൻ്റേതായ ഒരുക്കങ്ങളും അതിൻ്റേതായ പ്രവർത്തന ശൈലികളും ഉണ്ടായെങ്കിൽ മാത്രമേ അതിൻ്റെ പരിസമാപ്തിയിൽ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നതായ തലത്തിലേക്ക് ചെന്നെത്തുവാനും അതിലൂടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായ വൃക്ഷങ്ങളായി മാറുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുകയുള്ളൂ. ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ഘട്ടങ്ങളാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ബ്രഹ്മചര്യ കാലയളവ് എന്നുള്ളത്
ഒരു പഠനത്തിൻ്റെതായ കാലയളവാണ്. ആ സമയത്ത് വേണ്ടതായ എല്ലാ അഭ്യാസങ്ങളും ഒരു മനുഷ്യൻ പരിശീലിക്കുന്നു. ഗൃഹസ്ഥത്തിലേക്ക് പോകുമ്പോൾ പഠിച്ചതായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരവസ്ഥയാണ്. കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ളതായ കാലഘട്ടം. മൂന്നാമതായിട്ടുള്ളതാണ് വാനപ്രസ്ഥം. ഇങ്ങനെയുള്ളതായ അന്തരീക്ഷത്തിൽ നിന്നൊക്കെയും മാറി കൂടുതൽ ദൈവാഭിമുഖ്യമായി ജീവിക്കുന്നതായ ഒരു അവസ്ഥയാണ് വാനപ്രസ്ഥത്തിലൂടെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഏറ്റവും ആത്യന്തികമായ പരമകോടിയിലുള്ളതായ അവസ്ഥയാണ് സന്യാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സന്യാസ അവസ്ഥയിൽ ലോകത്തെ തന്നെ മറന്നുകൊണ്ട്, സ്വയത്തെ തന്നെ മറന്നുകൊണ്ട്, സർവവും പരമകാരുണ്യവാനായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം. അവർക്ക് മറ്റ് ഒന്നിനെയും തന്നെയും ഉള്ളതായ ചിന്തയില്ല. ദൈവത്തിൽ അലിയുന്നതായ ഒരവസ്ഥ. എന്നാൽ ഈ 4 അവസ്ഥകൾക്കും അതിൻ്റേതായ പ്രാധാന്യം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ശരിയായ ഒരുക്കവും ശരിയായ ദിശാബോധത്തോടും കൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുവാനും അതിൻ്റെ ഫൈനൽ സ്റ്റേജായ അവസാന ഘട്ടമായ സന്യാസത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടും സാധ്യമായി തീരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇതിന് വളരെയധികം പ്രാധാന്യവും വളരെയധികം പ്രാമുഖ്യവുമുള്ളതായ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭാരതീയ പൂജകളിൽ ഉപയോഗിക്കുന്നതായ വസ്തുവാണ് ചന്ദനം. ചന്ദനത്തിന് അതിൻ്റേതായ ഒരു സൗരഭ്യമുണ്ട്. ഈ സൗരഭ്യവും കുളിർമയും അതിൻ്റെ പൂജനീയമായ അവസ്ഥയ്ക്ക് മാറ്റുകൂട്ടുന്നതായ സംഗതികളായിട്ട് പരിണമിക്കുന്നു. ഇതാണ് നമ്മുടെയും ജീവിതത്തിൻ്റെതായ അവസ്ഥകൾ. ഒരു സൗരഭ്യമോ ഒരു കുളിർമയോ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജീവിതം പരിപൂർണമായ തലത്തിലേക്ക് ദൈവ ആഭിമുഖ്യത്തിലൂടെ പോകുന്നതായ തലത്തിലൂടെ ചിന്തിക്കുവാനും കടക്കുവാനും സാധ്യമായി തീരൂ. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പുതിയ തീരുമാനങ്ങളോടുകൂടിയും പുതിയ കാൽവെപ്പുകളോടുകൂടിയും എല്ലാ വർഷവും ഇപ്രകാരമുള്ളതായ അവസ്ഥകളിലൂടെ നാം പോകുന്നു. എന്നാൽ അതിന് പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും ആയുസ് ഒടുങ്ങിത്തീരുന്നതായ അവസ്ഥയിൽ തീരുമാനങ്ങളും കാൽവെപ്പുകളും ഒക്കെയും ഇടറിപ്പോകുന്നതായ സാഹചര്യത്തിൽ നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെതായ കോട്ടങ്ങളും എവിടെയാണ് നമ്മെ തടസ്സപ്പെടുത്തുന്നത്? ഈ 4 ഘട്ടത്തിലും പടിപടിയായുള്ളതായ ഉയർച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവിക സന്നിധിയിലേക്ക് അടുക്കുന്നതായ ഒരു നിമിഷമാണ് ഓരോ ജീവിത നിമിഷങ്ങളും കഴിയുമ്പോൾ ലഭ്യമായി തീരുന്നത്. ദൈവം ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് ലോകത്തിൻ്റെ അവകാശികളാക്കി ഈ ലോകത്തിൽ നമ്മയൊക്കെയും നിർമ്മിച്ച് ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവവുമായി ചേരുവാനുള്ളതായ സാഹചര്യങ്ങളും ദൈവവുമായി ചേരുവാനുള്ളതായ ദിവസങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാവുന്നുണ്ടെങ്കിൽ അവിടെയാണ് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ പൂർണ്ണമായി തീരുന്നത്. ഈ പുതിയ വർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ച ധ്യാനത്തിനായിട്ട് നാം ഒക്കെയും ഈ പരിശുദ്ധൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നതായ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, മനസ്സുകളിൽ, ചിന്തകളിൽ എപ്പോഴും ഉരുത്തിരിയേണ്ടതായ ഒരു സംഗതിയാണ് ഇത്. ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ ഞാൻ എന്ത് പ്രാപിക്കുന്നുവോ ആ പ്രാപിക്കുന്നതായ അവസ്ഥയിൽ അന്ത്യം വരെയും നിൽക്കുവാൻ എൻ്റെ ദൈവമേ എനിക്ക് ശക്തി നൽകണമേ എന്നുള്ളതായ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ, അത് പാലിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നുണ്ടെങ്കിൽ അവിടെ ജീവിതം കൂടുതൽ ദൈവത്തോടുള്ളതായ സാമീപ്യത്തിൽ ഉറയ്ക്കുന്നതായ സാഹചര്യമാണ് സംജാതമാകുന്നത്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട്
ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം 2 ദിനവൃത്താന്ത പുസ്തകം 32 അധ്യായം 4-5 വാക്യങ്ങളാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 32 അധ്യായം 4-5 വാക്യങ്ങൾ. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി അശൂർ രാജാക്കന്മാർ വന്ന് വെള്ളം കാണുന്നത് എന്തിനെ എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിൻ്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു. ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ദാവീദിൻ്റെ നഗരത്തിലെ മില്ലോവിൻ്റെ കേടും പോക്കി. അനവധി കുന്തങ്ങളും പരിചകളും ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായ സംഗതിയാണ്, എന്തിനോ ഉള്ളതായ ഒരു ഒരുക്കമാണ് ഇവിടെ കാണുന്നത്. നിശ്ചയമായും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിച്ചതായ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവനെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വത്തിൽ ചെയ്യുന്നതായ ഒരു ഒരുക്കത്തിൻ്റെതായ സംഗതിയാണ് ഇവിടെ വായിച്ചു കേട്ടത്. ആ മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിലായിട്ട് ഈ സംഭവം വിവരിക്കപ്പെടുന്നതായ ഒരു വ്യക്തിത്വമാണ് യെഹസ്കിയ എന്നുള്ളതായ ഒരു രാജാവ്. യഹൂദിയായിലെ 13ാമത്തെ രാജാവാണ് യെഹസ്കിയ. BC 726-നും 687-നും ഇടയ്ക്ക് ജീവിച്ചിരുന്നതായ ഒരു വ്യക്തിത്വം. 25ാമത്തെ വയസ്സിൽ യഹൂദയുടെ രാജാവായി മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ സമകാലീനനായി ജീവിക്കുകയും യെശയ്യാ പ്രവാചകനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തവനായ ഒരു രാജാവാണ് യെഹസ്കിയ പ്രവാചകൻ. യെഹസ്കിയ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അനേക വെല്ലുവിളികളെ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വെല്ലുവിളികളിൽ ഒരെണ്ണം മാത്രമാണ് നാം ഇപ്പോൾ കണ്ടത്. അതായത് അശൂർ രാജാവായ സൻഹേരിബ് യെഹസ്കിയാവിൻ്റെ പിതാവായ ആഹാസിൻ്റെ കാലഘട്ടം മുതൽ തന്നെ യഹൂദയെ വളരെ വിവിധ തരത്തിൽ തൻ്റെ കാൽക്കീഴാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയും കുറേയൊക്കെ അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യെഹസ്കിയാവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ അതിനൊക്കെയും ഒരു മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 29 മുതൽ 32 വരെയുള്ളതായ ഭാഗങ്ങളിലും രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18 മുതൽ 20 വരെയുള്ളതായ അധ്യായങ്ങളിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ളതായ അധ്യായങ്ങളിലുമാണ് ഈ പ്രവർത്തനങ്ങളെയൊക്കെയും വിവരിക്കുന്നത്. ഒരിക്കലും സൻഹേരിബ് എന്നുള്ളതായ അശൂർ രാജാവിൻ്റെ മുന്നിൽ കീഴടങ്ങുവാൻ തക്കവണ്ണം ആഗ്രഹിക്കാത്തതായ ഒരു വ്യക്തിത്വമായിട്ട് യെഹസ്കിയ രാജാവ് നിലനിൽക്കുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതായ ഒരു വലിയ ഘടകമുണ്ട്. യഹൂദ രാജാക്കന്മാരിൽ തൻ്റെ പിതാമഹന്മാരായിരുന്നതായ ജോനാഥാനൊക്കെയും യോധാമൊക്കെയും ദൈവത്തോട് ചേർന്ന്, ദാവീദിൻ്റെ ദൈവത്തോട്, ദൈവമായ യഹോവയോട് ചേർന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരായ രാജാക്കന്മാരായിരുന്നു. എന്നാൽ തൻ്റെ പിതാവായ ആഹാസ് ഇതിൽ നിന്നൊക്കെയും മാറി ജാതീയമായ ചിന്തകളിൽ ജീവിക്കുകയും ദൈവത്തിന് കൽപ്പിതമായ പ്രവർത്തനങ്ങളെ പാലിക്കുവാൻ തയ്യാറാകാതെ ദൈവത്തിൽ നിന്നും മാറി ജീവിക്കുന്നതായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. ഇതൊക്കെയും കണ്ടു വളർന്നവനായ യെഹസ്കിയാവ് 25ാമത്തെ വയസ്സിൽ രാജാവായപ്പോഴാണ് തൻ്റെ നിലപാടുകൾക്കൊക്കെയും മാറ്റം വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ ആദ്യമായി ചെയ്യുന്നതായ ഒരു സംഗതി യെരുശലേം ദേവാലയത്തിൻ്റെ കേടുപാടുകളിലൊക്കെയും തീർക്കുവാനും അവിടുത്തെ കുറവുകളൊക്കെയും തീർത്തുകൊണ്ട് ആരാധനായോഗ്യമായ ഒരു ആലയമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അവിടെ തുടങ്ങുന്നു യെഹസ്കിയാവിൻ്റെ ജീവിത ശൈലികളും പ്രവർത്തനങ്ങളും. ഒരിക്കലും ആ ഒരു പ്രവർത്തനത്തിന് താഴ്ചയുടേതായ ഒരനുഭവം ഉണ്ടാകുന്നില്ല. നമ്മളൊക്കെയും വായിക്കുകയും വളരെ പരിചിതമായി ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതായ ഭാഗമാണ്
യെഹെസ്കിയാവിന് ഒരു രോഗം വരുന്നതായ സംഗതി, യെഹെസ്കിയാവിന് മരിക്കത്തക്കതായ രോഗമുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്നതായ വേദഭാഗം. സൂര്യന്റെ ഘടികാരം 10 പടി പിന്നോക്കം തിരിയുമ്പോൾ ഇവന്റെ രോഗത്തിന് ശമനം വരുന്നു. 15 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞതായ യെഹെസ്കിയാവ് പിന്നീട് വർഷങ്ങൾ ജീവിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് മാറുന്നു. എന്നാൽ രണ്ടാമതായി തനിക്ക് ലഭിച്ചതായ ആ ജീവിതത്തെ നേരാവണ്ണം കൊണ്ടുപോകാൻ തക്കവണ്ണം യെഹെസ്കിയാവിന് സാധിച്ചില്ല. അതോടെ യെഹെസ്കിയാവിൻ്റെയും നാശം തുടരുകയാണ്. തനിക്ക് ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചതായ രണ്ടാം ജന്മത്തിലൂടെ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തേണ്ടതിന് പകരമായി അവനും ജാതീയമായ വഴികളിലേക്ക് അല്പമെങ്കിലും ഒന്ന് ഇടറിപ്പോകുന്നതായ ഒരു സ്ഥിതിവിശേഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ അവൻ ആത്യന്തികമായ നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകട്ടെ. ഇവിടെ ഇന്നേ ദിവസം ഈ യെഹെസ്കിയാവിൻ്റെ പ്രതാപകാലത്ത് അവൻ യഹോവയാം ദൈവത്തോട് ചേർന്ന് നടന്നതായ കാലഘട്ടത്തിൽ അവന് ലഭിച്ചതായ ദൈവിക അനുഗ്രഹങ്ങളും അതുവഴി ആ സമൂഹത്തിനുണ്ടായതായ ഉയർച്ചകളും നമ്മുടെ ഇന്നത്തെ സാഹചര്യവുമായി വളരെയധികം യോജിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാണ് എന്നെനിക്ക് തോന്നുകയാണ്. ആദ്യമേ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ചില ഒരുക്കങ്ങളും ചില നല്ല കാൽവയ്പ്പുകളും ഈ പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുന്നതായ അവസരത്തിൽ നാം എടുക്കുമ്പോൾ ഈ ഒരുക്കങ്ങളും കാൽവയ്പ്പുകളും അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാനുള്ളതായ ബാധ്യത എനിക്ക് നിങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ഒന്ന് ആഗ്രഹിക്കുകയാണ്. ശുദ്ധീകരിക്കപ്പെട്ടതായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായ തൻ്റെ മക്കളെ കാണുവാൻ ദൈവം തമ്പുരാൻ വളരെ അഭിവാഞ്ചയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ശുദ്ധീകരണമാണ് ഇതെനിക്കും നിങ്ങൾക്കും ആവശ്യം. നമ്മുടെ തീരുമാനങ്ങൾ പലപ്പോഴും ഇടറിപ്പോകുന്നു. നമ്മുടെ കാൽവയ്പ്പുകൾ പലപ്പോഴും പിന്നാക്കം തിരിയുന്നു. എന്തുകൊണ്ട്? ഈ ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിൽ ശരിയായി നടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ ഒരു ശുദ്ധീകരണത്തിൻ്റെതായ അവസ്ഥയിലൂടെ പോകുവാൻ, വിശുദ്ധീകരണത്തിൻ്റെതായ അവസ്ഥയിലൂടെ പോകുവാൻ തക്കോണം എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുമ്പോൾ നമ്മളുടെ ഈ പെരുന്നാളുകളും ആചരണങ്ങളും തീരുമാനങ്ങളും ചിന്തകളും വിചാരങ്ങളുമൊക്കെയും കൂടുതൽ അർത്ഥവത്തായി തീരുന്നതായ തലത്തിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് 1-2 ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഈ വിശുദ്ധീകരണത്തിന് ആവശ്യമായ സംഗതിയാണ് ദൈവത്തിന് വിധേയപ്പെട്ടതായ ഒരു ജീവിതശൈലി വാർത്തെടുക്കുക. ബി ഒബീഡിയന്റ് ടു ക്രൈസ്റ്റ് ഓർ ഗോഡ്. ദൈവത്തിന് വിധേയപ്പെട്ടതായ, അവനോട് വിശ്വസ്തത കാണിക്കുന്നതായ ഒരു സമൂഹമായി ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നില്ലെങ്കിൽ അവിടെ ദൈവികമായ അവസ്ഥകളിലേക്ക് എൻ്റെയും നിങ്ങളുടെയും പ്രയാണം അർത്ഥശൂന്യമായ അവസ്ഥയായി തീരും. യെഹെസ്കിയാ രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ളതായ പദവിയെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ ആളുകൾക്കറിയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം താല്പര്യത്തോടും എത്രമാത്രം സ്നേഹത്തോടും നിങ്ങൾ വളർത്തും. ഒരിക്കലും ഒരു മാതാവോ ഒരു പിതാവോ തൻ്റെ കുഞ്ഞിൻ്റെ നാശം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എത്രമാത്രം അവൻ വലുതായി ഈ ലോകത്തിന് മുമ്പാകെ ദൈവസാക്ഷ്യം ഉയർത്തുന്നവനായി, കുടുംബ മഹിമ ഉയർത്തുന്നവനായി തീരുന്നു എന്നുള്ളത് ആഗ്രഹിക്കുന്നവരായ മാതാപിതാക്കന്മാരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തോടുള്ള അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളോടുള്ളതായ ഒരു അമിത വാത്സല്യം. ഇത് തന്നെയാണ് ദൈവവും നമ്മോട് കാണിക്കുന്നത്. ദൈവത്തിൻ്റെതായ ഒരു വാത്സല്യം
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ കാണിക്കുമ്പോൾ ഈ വാത്സല്യത്തിന് ആഭിമുഖ്യമായിട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങളെ ദൈവിക കരുണയുടെ അവസ്ഥകളാക്കി മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ പൗലോസ്ലേയ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ളതായ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം വെളിവാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഉപയോഗിക്കേണ്ടി വന്നത്, ദൈവത്തിന് നഷ്ടമാക്കേണ്ടി വന്നത് തൻ്റെ ഏകജാതനായ ക്രിസ്തുവിനെയാണ്. തൻ്റെ ഏകജാതനായ പുത്രനെയാണ് ഈ ലോകത്തിലുള്ളതായ തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, ഈ ലോകത്തിലുള്ളതായ തൻ്റെ മക്കളോടുള്ളതായ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് നൽകേണ്ടതായിട്ട് വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സ്നേഹ പ്രദർശനം നമുക്ക് ഏവർക്കും സാധ്യമായി തീരുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ചിന്തിക്കുക. ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു സമൂഹമായി ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ളതായ പേരിന് എന്താണ് നമുക്ക് അർത്ഥമായി തീരുന്നത്? സഭാ ചരിത്രത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു പീഡനത്തിൻ്റെതായ അവസ്ഥയുണ്ടായിരുന്നു. റോമൻ ചക്രവർത്തിമാർ മുതൽ ഈ പീഡന കാലയളവുകൾ ആരംഭിച്ചപ്പോൾ ധൈര്യത്തോടുകൂടി ക്രിസ്തുവിന് വേണ്ടി മരണം വഹിക്കുവാൻ തക്കവണ്ണം തയ്യാറായ പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ആ പിതാക്കന്മാരുടെ ചോരകളാണ് ഇന്ന് സഭയുടെ വളർച്ചയായി നിൽക്കുന്നത്. സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നത്, രക്തസാക്ഷികളുടെ നിണമാണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. ഈ രക്തസാക്ഷികളുടെ നിണം, രക്തസാക്ഷികളുടെ രക്തം സഭയെ വളർത്തുവാൻ തക്കവണ്ണം എത്രമാത്രം സഹായകമായോ അതിനനുസൃതമായി ഇന്ന് ഈ സഭ വളരണമെന്നുണ്ടെങ്കിൽ നമ്മളും ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി നല്ല സാക്ഷികളായി, അവൻ്റെ രക്തസാക്ഷികളായി തീരുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഓടി വരുന്നതായ സംഗതിയാണ് ക്രിസ്തുവിന് വേണ്ടി രക്തം ചീന്തുക എന്നുള്ളത്, ക്രിസ്തുവിന് വേണ്ടി മരണം വഹിക്കുക എന്നുള്ളത്. ദൈവത്തിന് വേണ്ടി മരണം വഹിക്കുമ്പോൾ ആ മരണം എന്നുള്ളത് ഈ ലോകത്തിൽ നമ്മുടെ ഓരോരുത്തരും നമ്മൾ നേരിടുന്നതായ കഷ്ടതകളും ഈ മരണത്തിൻ്റെ മറ്റൊരു തലമാണ്. ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വിധേയപ്പെട്ട് സമർപ്പിക്കുന്നതായ ഒരവസ്ഥയിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയൊക്കെയും വെടിഞ്ഞ് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കുന്നതായ ഒരു തലത്തിലേക്ക് ഉയരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നുണ്ടെങ്കിൽ അവിടെ രക്തസാക്ഷിത്വത്തിൻ്റെ മറ്റൊരു തലമാണ്. നാമൊക്കെയും ഇപ്പോൾ ആയിരിക്കുന്നതായ ഈ പരിശുദ്ധന്റെ കബറിടം, പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ ഞാനും നിങ്ങളും അഭയം പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു രക്തസാക്ഷിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഭൗതികമായി രക്തം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയിട്ടില്ല എങ്കിലും ആത്മീയമായി ക്രിസ്തുവിന് വേണ്ടി മരണം വഹിക്കുവാൻ തക്കവണ്ണം ആ പിതാവ് സന്നദ്ധനായി തീർന്നു. ദൈവത്തിന് വേണ്ടി പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ പിതാവിന് സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇവിടെ കടന്നു വരുന്നത്, ഇവിടെ മുട്ടുകുത്തി നമ്മുടെ കണ്ണുനീരുകളെ സമർപ്പിക്കുന്നത്, നമ്മുടെ വേവലാദികളെ നമ്മൾ ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി സമർപ്പിതമാകണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ചിലതിനെയൊക്കെയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുവാനും അതിനനുസൃതമായി തിരിച്ച് പ്രദർശിപ്പിക്കുവാനും നമുക്ക് ഏവർക്കും സാധ്യമായി തീരുന്നത്. അതിന് ദൈവത്തിൻ്റെ ആലയങ്ങളായി തീരുന്നതായ ഒരവസ്ഥയായിട്ട് നമുക്ക് സാധ്യമായി തീരണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തെ പലപ്പോഴും നമ്മൾ ഇന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ദൈവമായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു തലത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ കാണുന്നതായ ഒരുതരം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അവസ്ഥകൾ മാത്രം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നു.
നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥനകൾ കഴിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നോമ്പ് അനുഷ്ഠിക്കുന്നു. എന്നാൽ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. നാം മുമ്പ് കണ്ടു, ദൈവത്തിൻ്റെ ആഗ്രഹമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നിങ്ങളുടെ ശുദ്ധീകരണമാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ദൈവമല്ല നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്, ദൈവത്തെ നാം സമീപിക്കുന്നത് നമ്മുടെ നൈമിഷികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല. പിന്നെയോ ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുവാൻ, വർഷിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അവസ്ഥയിലൂടെ ജീവിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നതായ ഒരു ദൈവമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കഷ്ടതകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെയും ദൈവത്തെ കാണുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനുമുള്ളതായ ഒരവസ്ഥയായി മാറണം. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കുന്നവർ, ദൈവത്തിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകുന്നെങ്കിൽ മാത്രമേ, അവങ്കിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ ലജ്ജിച്ചു പോകാത്തതായ അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ദൈവത്തിലേക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരണത്തിൻ്റെതായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. ജീവിതങ്ങൾ വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുകയില്ല. ജീവിതം വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ പോകണമെങ്കിൽ അവിടെ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് സമ്മാനിക്കുന്നതായ ഏതവസ്ഥകളെയും സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇരു കരങ്ങളും നീട്ടി നാമൊക്കെയും തയ്യാറാകുന്നതായ അവസ്ഥയാണ്. നമ്മളൊക്കെയും വളരെ മനോഹരമായി പാടുന്നുണ്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടും ഞാൻ. അതിൻ്റെ സന്ദർഭമൊക്കെയും നമുക്കറിയാം. നാം പാടുമ്പോൾ നാം ചിന്തിക്കുക, എത്രമാത്രം ഈ പാട്ടിനോട് ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പാടുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർക്ക് നിശ്ചയമായും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ അനുഗ്രഹങ്ങൾ ഭൗതികമായ ചില നന്മകളുടെ രൂപത്തിൽ മാത്രമായിരിക്കുകയില്ല, ചില കഷ്ടതകളുടെ രൂപത്തിലും ഈ നന്മകൾ ഉണ്ടായിത്തീരും. ഈ കഷ്ടതകളെ സ്വയമേ നാം സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിലൂടെയുള്ളതായ രക്തസാക്ഷിത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വളർന്നുവെങ്കിൽ മാത്രമേ ഈ ഒരു വിശുദ്ധീകരണത്തിൻ്റെതായ അവസ്ഥയിലേക്ക് വളരുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. ഇവിടെ ഹിസ്കിയാ രാജാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു. അവന് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കേടുപാടുകളൊക്കെയും തീർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആലയവുമായി ബന്ധപ്പെട്ട് ദൈവികമായി അവന് പ്രവർത്തിക്കാവുന്നതായ ദാവീദ് മുതലുള്ളതായ തൻ്റെ പിതാക്കന്മാർ കാണിച്ചു തന്ന ദൈവിക പാതയിലൂടെ നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതായ വ്യക്തിയുമായി അവൻ തീർന്നു. എന്നാൽ തൻ്റെ പിതാവായ ആഹാസിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചില്ല. അവിടെയാണ് ആ ആഗ്രഹത്തിന് എതിരായിട്ട് നിന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ കൂടുതലായിട്ട് വരുന്നത്. സൻഹേരിബ് എന്നുള്ളതായ ശത്രു ആക്രമിക്കുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവന് സാധിക്കുന്നു. ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു കാണേണ്ടതായ വായിക്കേണ്ടതായ ഒരു വാക്യമാണ്, അശൂർ രാജാക്കന്മാർ വളരെ വെള്ളം കാണുന്നത് എന്തിനെന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിൻ്റെ നടുവിൽ കൂടി ഒഴുകിയതായ തോടും അവൻ അടച്ചു കളഞ്ഞു. ഒരിക്കലും ശത്രുവിന് ദൈവരാജ്യത്തെ സമീപിക്കുവാനായിട്ട് സാധ്യമായി തീരരുത്. ശത്രുവിൻ്റെ സഹായത്തിന് വരുന്നതായ എല്ലാ സോഴ്സുകളെയും എല്ലാ ഉറവിടങ്ങളെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നതായ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെയാണ് ശത്രുവിന്മേൽ വിജയം വരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നത്. കർമ്മേൽ മലയിൽ വെച്ച് ഏലിയാ പ്രവാചകൻ ഒരു വലിയ യാഗം കഴിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. ഈ യാഗത്തിൻ്റെ അവസാനം യഹോവയാം ദൈവം അഗ്നിയുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഏലിയാവിൻ്റെ ബലിയെ സ്വീകരിക്കുന്നു. യഹോവയാം ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവിടെ ജനം തിരിച്ചറിയപ്പെടുകയാണ്. അവിടെ ഏലിയ അതിൻ്റെ അവസാനം പറയുന്നതായ ഒരു കാര്യമുണ്ട്, ബാലിൻ്റെ പ്രവാചകന്മാരെ
ഒരാളെ പോലും വിട്ടയക്കരുത്. അവരെ എല്ലാവരെയും കൊന്നുകളയണം. ദൈവശക്തിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒന്നും തന്നെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു വർഷക്കാലം കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലിൽ ഞാനും നിങ്ങളും ജീവിച്ചു. ദൈവം അനേകം അനുഗ്രഹങ്ങൾ സങ്കടമായും സന്തോഷമായും നമ്മുടെ ജീവിതത്തിൽ നൽകി. ഈ സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതീതമായിട്ട് നാം ദൈവത്തെ പഴിപറയുന്നതായ അവസ്ഥയിലേക്ക് വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ശത്രു നമ്മുടെ മേൽ ജയം കൊള്ളുവാൻ ഒരിക്കലും നാം അനുവദിക്കരുത്. എലിയാവ് പറഞ്ഞതുപോലെ ബാലിന്റെ പ്രവാചകന്മാരെ അശേഷം നശിപ്പിച്ചു കളയുവാനുള്ളതായ ഒരു ആർജവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെയാണ് ദൈവിക ശക്തിക്ക് അനുരൂപമായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നത്. ശത്രുവിൻ്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നല്ല പോരാളികളായിട്ട് തീരുവാൻ, നല്ല പടയാളികളായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണം. അതിനു വേണ്ടതായ വിശുദ്ധീകരണത്തിൻ്റെ ആദ്യ മാർഗമാണ് ക്രിസ്തുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതായ ഒരു അവസ്ഥ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു കഥയുണ്ട്. ദൈവം ശലഭങ്ങളെ സൃഷ്ടിച്ചു. ശലഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ളതായ ശലഭങ്ങളും, ഈ ശലഭങ്ങളൊക്കെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് എല്ലാത്തിനും കോമണായ ഒരു നിറമാണ് ഉണ്ടായിരുന്നത്. അത് കൊതുകും ഈച്ചയും ചിത്രശലഭവും എല്ലാത്തിനും ഒരേ നിറം. ദൈവം അതിന് ഓരോരുത്തരും സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പോയി നന്മയുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇവർ ഈ നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ടൊക്കെയും ഭൂമിയിലേക്ക് വന്നു. എന്നാൽ ഇന്ന് നമുക്ക് അറിയാവുന്നതുപോലെ ഓരോ ശലഭങ്ങളും അവർക്ക് ചെയ്യാവുന്നതായ രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. മറ്റുള്ളവർക്ക് രോഗം പരത്തിയും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതായ തലത്തിലൂടെ കൊതുക് സഞ്ചരിച്ചപ്പോൾ സമൂഹത്തിൽ അഴുക്കും തിന്മയും പരത്തിക്കൊണ്ട് ഈച്ച സഞ്ചരിച്ചു. ചെറിയ ചില തുമ്പികളാണെങ്കിൽ അലസരായി അവരുടെ സമയം പാഴാക്കി കളഞ്ഞു. എന്നാൽ ചിത്രശലഭമാകട്ടെ, പൂമ്പാറ്റയാകട്ടെ, അത് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ട് പരാഗണം നടത്തുന്നതായ ഒരവസ്ഥ, സമൂഹത്തിൽ നന്മയുടെ നറുമണം വീശുന്നതായ ഒരവസ്ഥ. ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊരു പുഷ്പത്തിലേക്ക് മാറി മാറി അത് സഞ്ചരിച്ചു. അവസാനം ഈ ശലഭങ്ങളെയൊക്കെയും ദൈവം തമ്പുരാൻ വിളിച്ചു. അവരുടെ പ്രവർത്തന റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ദൈവം ആഗ്രഹിച്ചതായ തരത്തിൽ നൽകുവാനായിട്ട് സാധിച്ചില്ല. അവസാനം നന്മയുടെ പാഠങ്ങൾ ചെയ്തതായ പൂമ്പാറ്റയ്ക്ക് ഈ പുഷ്പങ്ങളുടെ എല്ലാം, ഈ പൂമ്പാറ്റകൾ സഞ്ചരിച്ചതായ പുഷ്പങ്ങളുടെ എല്ലാം നിറങ്ങൾ കൊടുത്തു. അങ്ങനെ അതിനെ അനുഗ്രഹിച്ചു എന്നാണ് ആ ഒരു കഥാകാരൻ കുഞ്ഞുങ്ങൾക്കുള്ളതായ കഥയിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, വളരെ അർത്ഥവത്തായ ഒരു കഥയായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ ഈ ഒരു തലത്തിലൂടെ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതായ ഒരവസ്ഥയല്ലേ കൊതുകുകളുടെ അവസ്ഥകളിലൂടെ നമുക്കും പലപ്പോഴും ഉണ്ടാകാറില്ലേ? സമൂഹത്തിൽ അഴുക്കും തിന്മയും മാത്രം പ്രചരിപ്പിക്കുന്നതായ ഈച്ചയുടേതായ ഒരു പ്രവർത്തന ശൈലി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില നേരങ്ങളിലെങ്കിലും ഉണ്ടായിട്ടില്ലേ? അലസമായി സമയം പാഴാക്കുന്നതായ തുമ്പിയെപ്പോലെ നമ്മുടെ ജീവിതങ്ങൾ ചില അവസരങ്ങളെങ്കിലും മാറ്റപ്പെട്ടിട്ടില്ലേ? നാം ചിന്തിക്കുക. എന്നാൽ എന്താണ് നമുക്ക് വേണ്ടത്? സമൂഹത്തിൽ നന്മയുടെ പാഠങ്ങൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല പൂമ്പാറ്റകളായിട്ട് ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊരു പുഷ്പത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ എവിടെയാണോ സൗരഭ്യം വിതറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, എവിടെയാണോ നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, ആ ഒരവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് പലപ്പോഴും സാധ്യമാകാതിരുന്നതിനെ
പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ നാം ചിന്തിക്കുക, നന്മയുടെ അല്പമെങ്കിലും ചെയ്യുവാൻ, നന്മയുടെ അല്പം വശങ്ങളെങ്കിലും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. ആ ഒരവസ്ഥയിലൂടെ ജീവിക്കുമ്പോൾ നിശ്ചയമായും വിശുദ്ധീകരണത്തിൻ്റെതായ ഒരു തലത്തിലൂടെ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട്, ദൈവിക കൽപ്പനകൾ അനുഷ്ഠിച്ചുകൊണ്ട്, ദൈവിക പ്രമാണങ്ങൾക്ക് അനുസൃതമായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ട് ആ ഒരു ശൈലിയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ. ഈ വേദഭാഗത്തിലൂടെ പോകുമ്പോൾ, വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലൂടെ പോകുവാൻ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടതായ ഒരു ഘടകമാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക അല്ലെങ്കിൽ സമർപ്പിക്കപ്പെടുക. വിശുദ്ധീകരണം, വിശുദ്ധി എന്നുള്ള വാക്ക് രണ്ട് അർത്ഥങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. ടു സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കുക; ടു കോൺസെക്രേറ്റ്, വിശുദ്ധീകരിക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക. വിശുദ്ധീകരണം എന്നുള്ളതായ വാക്കിൻ്റെ രണ്ടർത്ഥങ്ങളാണ്. അപ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് നാം നമ്മെ തന്നെ വേർതിരിക്കുന്നതായ ഒരവസ്ഥ ഉണ്ടാവണം. രണ്ടാമതായിട്ട് ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുന്നതായ ഒരവസ്ഥ. ഇന്ന് ഈ വേർതിരിവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ സംഗതികളായിട്ട് തീരുമ്പോൾ അവിടെയാണ് ദൈവിക കൃപകൾ ധാരാളമായി പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധ്യമായി തീരുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്നലെ രാത്രിയിൽ നാം ഒക്കെയും ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചവരാകാം. കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ ഉണർവോടെ ഇരുന്നവനാകാം. പക്ഷേ ഈ ഉണർവ് എത്രമാത്രം നമ്മുടെ പ്രാർത്ഥനകളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കുക. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളതായ ഭവനങ്ങളിൽ സന്ധ്യാസമയങ്ങളിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണവുമൊക്കെയും കഴിഞ്ഞ് വളരെ നേരത്തെ ഉറങ്ങി വളരെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതായ ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അമ്മച്ചി പറഞ്ഞ് ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ ഒരുപക്ഷെ കാണുമായിരിക്കാം. ഇന്ന് നഗര സംസ്കാരവും ഫ്ലാറ്റ് സംസ്കാരവും ഒക്കെയും നമ്മളെ പിടികൂടുന്നതായ അവസ്ഥയിൽ വളരെ ലേറ്റായിട്ട് കിടക്കുകയും വളരെ നേരത്തെ ഉണരുന്നതായ ഒരവസ്ഥ. ഉണരുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുവാനും ഉണരുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങൾ നന്നാ താമസിച്ച് കിടക്കുന്നതും വ്യർത്ഥമത്രേ, അധികാലത്ത് ഉണരുന്നത് വ്യർത്ഥമത്രേ. പ്രിയമുള്ളവരെ, ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ വേർതിരിക്കപ്പെട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്നതായ ഒരു അവസ്ഥ ഇല്ല എങ്കിൽ അവിടെ നമ്മുടെ ജീവിതങ്ങളും പ്രയത്നങ്ങളും വ്യർത്ഥമായി തീരുന്നതായ ഒരവസ്ഥയാണ് സാധ്യമായി തീരുന്നത്. ഭാരതീയ ആചാര്യന്മാർ പറയുന്നതായ ഒരു കാര്യമുണ്ട്. ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയത്തിന് 3.5 മണിക്കൂർ മുമ്പ് എന്നുള്ളതായ സമയമാണ്, 7.5 നാഴിക മുൻപ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3 മണി അല്ലെങ്കിൽ 4 മണി 5 മണി ഈ ഒരു സമയമാണ്. ഈ സമയത്തിൽ ഉണരുക എന്ന് ഉണരുമ്പോൾ ഉണർന്ന് ദൈവസന്നിധിയിൽ നിൽക്കുക എന്നുള്ളതായ കർത്തവ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ, അവൻ്റെ ആ ദിവസത്തെ നിയന്ത്രിക്കുന്നത്. ആചാര്യന്മാർ പറയുന്നത് ഉണരുമ്പോൾ, അത് ഒരല്പം ഹൈന്ദവ പാരമ്പര്യത്തിലുള്ളതാണ്.
നമ്മുടെ കാലുകൾ തറയിൽ മുട്ടിക്കുന്നതിന് മുമ്പായിട്ട് കൈകൾ കൊണ്ട് തറയിൽ ഭൂമി ദേവിയെ സ്പർശിച്ച് നമ്മുടെ മൂർധാവിൽ വെച്ചതിന് ശേഷം മാത്രമേ കാലുകൾ തറയിൽ മുട്ടിക്കാവൂ. അതുപോലെ അപ്പോൾ ഉരുവിടേണ്ടതായ മന്ത്രങ്ങളുമുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായ വശം പറയുന്നതിനുള്ളതായ കാര്യം, നമ്മുടെ കാലുകൾ നാം കിടക്കുന്നതായ അവസ്ഥയിൽ നിന്ന് കാലുകൾ തറയിലേക്ക് മുട്ടുമ്പോൾ നമ്മുടെ ഊർജം പെട്ടെന്ന് തറയിലേക്ക് ഊർന്നു പോകുവാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞാനതിനെക്കുറിച്ച് ഒരല്പം ചിന്തിച്ചു. ഒരല്പം ക്രിസ്തീയതയും കൂടി കലർത്തി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയതായ ഒരു കാര്യമുണ്ട്. ഭൂമി ദേവിയെ സ്പർശിച്ചുകൊണ്ട് ആരംഭിക്കുന്നതായ ഒരു ജീവിതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠമായ ഒരു ദിവസമാണെങ്കിൽ നമുക്കും എന്തുകൊണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്തുകൂടാ? പലപ്പോഴും ചെയ്തിട്ടുള്ളതും മാതാപിതാക്കന്മാരും പൂർവികരും ചെയ്ത് കണ്ടതുമായ ഒരു സംഗതിയുണ്ട്. കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതായ രീതി. അത് ഇന്ന് നാമൊക്കെയും പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. നാം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ ഓർത്തുകൊണ്ട് കുരിശു വരച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു കൗമ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ കണ്ടുകൊണ്ട് മുമ്പേ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ആരംഭിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ആ ഒരു പ്രകാശത്തിൻ്റെതായ അനുഭവം നമുക്ക് ഏവർക്കും സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നതായ അവസ്ഥ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതായ ഒരു സംഗതിയാണ്, അദ്ദേഹം എല്ലാ ദിവസവും കിടക്കുമ്പോൾ ക്രിസ്തീയ ഗാനങ്ങൾ പാടിക്കൊണ്ടാണ് കിടക്കുന്നത്. ആരാധനയുടെ ഗീതങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് കിടക്കുന്നതായ സാഹചര്യത്തിൽ ആ ഗീതങ്ങളുടെ ഇമ്പങ്ങളിൽ ഊർന്നുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആ ഗീതങ്ങളുടെ ബാക്കിയായി തന്നെ പാടിക്കൊണ്ടാണ് അദ്ദേഹം ഉണരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും ഈ ഒരു തലത്തിലൂടെ നാം ചിന്തിക്കുക. എന്തുകൊണ്ട് ഇന്ന് നമുക്കതിനെ സാധ്യമായി തീരുന്നില്ല? എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുപോലെ സമയം നൽകുമ്പോൾ നമുക്കെന്തുകൊണ്ട് സമയം തികയുന്നില്ല? ദൈവത്തിന് വേണ്ടി അല്പം വേർതിരിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നില്ല. ദൈവത്തിന് വേണ്ടി ഒരല്പം സമർപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നില്ല. യെഹെസ്കേയാവിൻ്റെ ജീവിതത്തിൽ സൻഹേരിബ് എന്നുള്ളതായ ഒരു ശത്രു അവിടെ വന്നപ്പോൾ അവനെ ജയിക്കുവാനായിട്ട് സാധിച്ചത് തൻ്റെ ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ വേർതിരിക്കുവാനായിട്ട് അവന് സാധിച്ചു. തൻ്റെ ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് അവന് സാധിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വേർതിരിവിൻ്റെയും സമർപ്പിതമായ ജീവിത വിശുദ്ധീകരണത്തിൻ്റെതുമായ അവസ്ഥയിലൂടെ ശത്രുവിനെ ജയിക്കുവാൻ, ശത്രുവിൻ്റെ മേൽ അവൻ്റെ എല്ലാ തന്ത്രങ്ങളെയും പാടെ തകർത്തിക്കളയുവാൻ തക്കവണ്ണം യെഹെസ്കേയ രാജാവിന് സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് മുമ്പാകെ അല്പം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവ മുമ്പാകെ ഒന്ന് വേർതിരിച്ച് നമുക്ക് കാണിക്കാം. ഖലീൽ ജിബ്രാൻ എന്ന നോവലിസ്റ്റ് പറയുന്നത്, കഥാകൃത്ത് പറയുന്നത്, നീ നിന്റെ വസ്തുക്കൾ നൽകുമ്പോൾ അല്പം മാത്രമാണ് നൽകുന്നത്, എന്നാൽ നീ നിന്നെ തന്നെ നൽകുമ്പോൾ സമ്പൂർണമായി നൽകുന്നു. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നീ നിന്നെ തന്നെ നൽകുമ്പോൾ മാത്രമേ നിനക്ക് സമ്പൂർണമായി ദൈവത്തിന് മുമ്പാകെ നൽകുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമുക്ക് സുപരിചിതമായ ഒരു ബൈബിൾ വേദപുസ്തക സംഭവമാണ് കർത്താവ് അനേകം ആളുകളെ പോഷിപ്പിക്കുന്നതായ സംഭവം. 5 അപ്പവും 2 മീനും. സമാനമായി 7 അപ്പവും കുറെ ചെറുമീനും കൊണ്ടും നടക്കുന്നുണ്ട്. ഒരു കഥാകൃത്ത് തൻ്റെ ഭാവനയിൽ തോന്നിയതായ ഒരാശയം ഇപ്രകാരം പങ്കിടുന്നുണ്ട്. ഒരു മാതാവ് തൻ്റെ മകനെ യേശുതമ്പുരാൻ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ യേശുതമ്പുരാന്റെ വാക്കുകൾ കേൾക്കുവാനായി പറഞ്ഞു വിടുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ, അവളുടെ കൈവശം ഉണ്ടായിരുന്നതായ ഭക്ഷണ വസ്തു
അതൊരു 5 അപ്പമായിട്ടും 2 മീനായിട്ടും അവൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. എന്നാൽ തിരികെ വന്ന് ഈ മകൻ ഭവനത്തിലേക്ക് തിരികെ വന്നിട്ട് മാതാവിനോട് പറയുകയാണ്, എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് മാതാവ് ചോദിക്കുന്നത്, നീ ഒന്നും കഴിച്ചില്ലേ? ഉടനെ പറഞ്ഞു, നിനക്ക് ഞാൻ നൽകിയതായ അപ്പകഷ്ണങ്ങൾ എവിടെ? അതിൻ്റെ ചോദ്യങ്ങളൊക്കെയും ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴായ സമയത്താണ് ആ ഭവനത്തിൻ്റെ പരിസരത്തൂടെ കടന്നുപോയ ചില ആളുകൾ യേശുതമ്പുരാൻ നടത്തിയതായ അത്ഭുതത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടുപോകുന്നത്. ജന്മന കാലുകൾക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്നതായ ഈ മാതാവ് വളരെ സന്തോഷത്തോടുകൂടി മനസ്സിലാക്കുകയാണ്, താൻ കൊടുത്തുവിട്ടതായ അപ്പവും മീനുമാണ് ഇതാ ഒരു ജനക്കൂട്ടത്തിന് യേശുവിൻ്റെ കൈകളിൽ കൂടെ സംതൃപ്തി അടയുന്നതായ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. അങ്ങനെ അവർ നിൽക്കുന്നതായ സാഹചര്യത്തിലാണ് ആ ഭവനത്തിൻ്റെ ഉമ്മറപ്പടവിൽ ഒരു ശബ്ദം കേട്ടുകൊണ്ട് മകൻ നോക്കുമ്പോൾ 12 കൂട്ട നിറയെ അപ്പകഷ്ണങ്ങൾ ആ ഭവനത്തിൻ്റെ മുന്നാമ്പുറത്തിരിക്കുന്നു. തൻ്റെ അമ്മയെ വിളിക്കുന്നു. അമ്മ വളരെ സന്തോഷത്തോടെ ഓടി വരുന്നു. അപ്പോഴാണ് ഒരു കാര്യം കൂടെ അവർക്ക് മനസ്സിലാകുന്നത്, ക്രിസ്തു ശേഷിപ്പിച്ചതായ 12 കൂട്ട അപ്പകഷ്ണങ്ങൾ ഇതാ അവർക്ക് സമ്മാനമായി നൽകിയിരിക്കുകയാണ്. അവരുടെ ദാരിദ്ര്യാവസ്ഥയിൽ അവർക്കുണ്ടായിരുന്നതായ സർവ്വതും ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറായപ്പോൾ തിരികെ സമൃദ്ധിയുടേതായ ഒരു അനുഭവമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റൊന്നും കൂടി സംഭവിക്കുന്നു. ജന്മന കാലുകൾക്ക് ശേഷിയില്ലാതിരുന്നതായ മാതാവ് നടന്നുകൊണ്ട് ഈ അത്ഭുത സംഭവം കാണുവാനായിട്ട് പോകുന്നു. ഇത് ഒരു കഥാകൃത്തിൻ്റെതായ ഭാവനയായിരിക്കാം, പക്ഷേ അവിടെ അടങ്ങിയിരിക്കുന്നതായ ആശയം നാം മനസ്സിലാക്കുക. നീ നിന്നെ തന്നെ നൽകുമ്പോൾ സമ്പൂർണമായി നീ നൽകുന്നതായ ഒരവസ്ഥ, നാം നമ്മെ തന്നെ നൽകുമ്പോൾ സമ്പൂർണമായി ദൈവത്തിന് നൽകുന്നതായ ഒരവസ്ഥ, വിധവയുടെ ചില്ലിക്കാശ്, അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതായ ഒരു അനുഭവം. യോസ്കിയ രാജാവ് തന്നെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നതായ ഒരവസ്ഥ, ദൈവമുമ്പാകെ തന്നെ തന്നെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് ദേവാലയത്തിലെ കുറവുകൾ തീർക്കുവാൻ തക്കവണ്ണം അവന് സാധിക്കുന്നത്. തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ടാണ് ദൈവവുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളിൽ തൻ്റെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ പാതകളിലൂടെ നടക്കുവാനായിട്ട് അവന് സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും പോകുമ്പോൾ നാം ചിന്തിക്കുക, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ പാതകളിലൂടെ എനിക്ക് നിങ്ങൾക്കും ഇന്ന് പലപ്പോഴും പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ ആധുനിക തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചെറുമക്കൾക്ക് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യുന്നതായ ഒരു സമൂഹത്തിലൂടെ ഞാനും നിങ്ങളും പോവുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ മഹിമ? ദൈവം എന്താണ് നൽകുന്നത്? ഏത് ചെറിയതായ കഷ്ടതയുടെ അനുഭവത്തിലും ദൈവം എന്താണ് നൽകുന്നത് എന്നുള്ളതിനെ ചോദിക്കുന്നതായ ഒരു സമൂഹം. പ്രായമായവരൊക്കെയും പറയുന്നതായ ഒരു സംഗതിയുണ്ട്, മുണ്ടുമുറുക്കി ജീവിച്ചതായ ഒരു കാലഘട്ടം. മുണ്ടുമുറുക്കി ജീവിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ സന്തോഷവും സമാധാനവും ഐക്യതയും ഭവനങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഫ്ലാറ്റ് സംസ്കാരങ്ങൾ ഇന്ന് വളർന്നു വന്നിരിക്കുന്നു. ഫ്ലാറ്റുകൾ താമസിക്കുന്നവർക്കറിയാം, അവരുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയില്ല. കോളിംഗ് ബെൽ അടിക്കും, വാതിലുകൾ തുറക്കും, ആളകത്ത് കയറിയാൽ ഉടൻ തന്നെ വാതിലടയ്ക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അങ്ങനെ നടക്കാറില്ല. എന്നാൽ പണ്ട് കാലങ്ങളിൽ നമുക്കൊക്കെയും സ്വതന്ത്രമായിട്ട് നമ്മുടെ ഭവനങ്ങൾ തുറന്നിട്ടിട്ട് പോകാമായിരുന്നു. അത്രമാത്രം ഒരു സുരക്ഷിതത്വവും ഒരു കെട്ടുറപ്പും സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ പോലും പേടിക്കേണ്ടതായ മാതാപിതാക്കന്മാരും സ്വന്തം മാതാപിതാക്കളെ പോലും പേടിക്കുന്നവരായ കുഞ്ഞുങ്ങളുമായിട്ട് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുന്നുവെങ്കിൽ എവിടെയാണ് ഈ വിശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം? ദൈവത്തിന് വേണ്ടി അല്പം വേർതിരിക്കപ്പെടുന്നതായ ഒരവസ്ഥ, ദൈവത്തിന് വേണ്ടി അല്പം സമർപ്പിക്കുന്നതായ ഒരവസ്ഥ. ഈ ഒരു സമർപ്പണമോ വേർതിരിവോ ഇല്ല എങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതങ്ങൾ കൂടുതലായ അന്ധകാരത്തിൻ്റെതായ അവസ്ഥയിലേക്ക് കടന്നുപോകും. സഭ നമുക്ക് ഏവർക്കും നിഷ്കർഷിച്ചിരിക്കുന്നതായ ഒരു പാഠമാണ് ദശാംശം നൽകുക എന്നുള്ളത്. എന്താണ് ദശാംശം? പഴയ നിയമ പാരമ്പര്യം മുതൽ തന്നെ ദശാംശം എന്നുള്ളത് ഒരു പാലിക്കപ്പെടേണ്ടതായ ഒരു വസ്തുതയാണ്. ഇന്ന് ഈ ദശാംശം എന്നുള്ളതായ അവസ്ഥയ്ക്ക്
നമ്മളൊക്കെ ഒരല്പം പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ ദശാംശം കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഒരിക്കലും യാതൊരു കുറവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ദശാംശം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്നവരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അല്പം ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കുറവായിട്ട് ഒരിക്കലും സംഭവിക്കുകയില്ല. മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുന്നതായ ഒരവസ്ഥ. ഇനി എന്താണ് ദശാംശം എന്ന് പറഞ്ഞാൽ? ദശാംശം എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചതായ സമ്പത്തിൽ നാം ഒരല്പം 10% ദൈവത്തിന് നമ്മൾ നൽകുന്നു. എന്നാൽ സമ്പത്ത് അതിൻ്റെ ഒരു ചെറിയ വശം മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ദശാംശമാണ്. നമുക്ക് നൽകിയിട്ടുള്ളതായ വസ്തുവകകൾ, നമുക്ക് നൽകിയിട്ടുള്ളതായ കുഞ്ഞുങ്ങൾ, നമുക്ക് നൽകിയിട്ടുള്ളതായ ജീവിതം, നമുക്ക് ഏത് തരത്തിലുള്ളതായ അനുഗ്രഹമാണോ ദൈവം നൽകിയിട്ടുള്ളത് അതിൽ 10% നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് നമുക്കിടയാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10% ദൈവത്തിന് നൽകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഒരു 2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഒരു വെള്ളിയാഴ്ചയോ ഒരു ഞായറാഴ്ചയോ ഞാൻ നിങ്ങളും ഇരുന്നേക്കാം. പക്ഷേ വഴിപാടിന് വേണ്ടി ചില കർമ്മങ്ങൾ കാട്ടിക്കൂട്ടുന്നതായ ഒരവസ്ഥയായിട്ട് ഇന്നത്തെ സമൂഹം മാറുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. എവിടെയാണ് ഒരല്പം ദൈവത്തിനു വേണ്ടി വേർതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ 50 വർഷമോ 60 വർഷമോ 20 വർഷമോ എത്ര വർഷമാണ് ദൈവം നമുക്ക് നൽകുന്നത് നമുക്കറിയാൻ പാടില്ല. 70 ഏറെയായാൽ 80 എന്നൊക്കെ നമ്മൾ പാടും. ദൈവം നമുക്ക് തരുന്നതായ ആയുസ്സാണ്. നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതായ ആയുസ്സിൽ 10 വർഷമേ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളെങ്കിൽ അതൊരു വർഷം ദൈവത്തിന് വേണ്ടി വേർതിരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? 50 വർഷം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ഒരുക്കമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പായം ഇട്ടുകൊണ്ട് മാത്രം ചെയ്യുന്നതായ പ്രവർത്തനമായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുത്. നമ്മുടെ ഭവനങ്ങളിൽ നാം ചെയ്യുന്നതായ ഓരോ പ്രവർത്തനവും ദൈവവേലയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ രീതിയിൽ വളർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവവേലയാണ്. നിങ്ങൾ ചെയ്യുന്നതായ ജോലിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാവുന്നുണ്ടെങ്കിൽ അത് ദൈവവേലയാണ്. ദേവാലയത്തിൽ വരുന്നതായ സന്ദർഭങ്ങൾ, നാം ഭവനങ്ങളിൽ ആരാധിക്കുന്നതായ സന്ദർഭങ്ങൾ, ഇതൊക്കെയും ദൈവവേലയുടെ ഭാഗമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സഹോദരന്മാർ നമുക്ക് മുമ്പാകെ ഉള്ളപ്പോൾ അവർക്ക് മുമ്പാകെ നമ്മുടെ കരങ്ങളെ നീട്ടിക്കൊടുക്കുന്നത്, അവർക്കൊരല്പം സഹായത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ നീട്ടിക്കൊടുക്കുന്നത് ദൈവവേലയായിട്ട് നാം കണക്കിടുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ദൈവത്തോടുള്ളതായ വിശുദ്ധീകരണത്തിൻ്റെതായ അവസ്ഥ നിൽക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. സ്ത്രീകളുടെ ശവസംസ്കാരത്തിൽ നാം ചൊല്ലുന്നതായ ഒരു ഗീതമുണ്ട്. മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം, പ്രാതകാലത്തിൽ തെളിവാകും സൂര്യന് തുല്യം ഈ സൗന്ദര്യം, പാഴ്പുൽക്കൊടിയിന്മേൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ സാഹചര്യമാണ് ഇത് പറയുന്നത്. ഈ ലോകത്തിലെ ഭൗതികമായ മരണം നമ്മുടെ സൗന്ദര്യം ഒക്കെയും മായ്ച്ചു കളവാൻ പ്രാപ്തമാണ്. ഉദയകാലത്തിൽ പുല്ലുകളിൽ മഞ്ഞുകണങ്ങൾ സൂര്യശോഭയേറ്റ് അത് കൂടുതൽ പരിശോഭിക്കുന്നത് പോലെ, എന്നാൽ അത് കുറെ കഴിയുമ്പോൾ വാടിപ്പോകുന്നതായ ഒരവസ്ഥയിലേക്ക് നീങ്ങുവാനുള്ളതായ സാധ്യതയുണ്ട്. അതിൻ്റെ ശോഭ മങ്ങുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും ഈ ഒരു അവസ്ഥയ്ക്ക് എന്നാലും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടവരാണ്. എന്നാൽ ശോഭയുള്ളതായ ഒരു കിരീടം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഒരുക്കപ്പെടേണ്ടവരായി തീരണം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു സംഗതിയുണ്ട്. ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം നൽകും, ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് നൽകും. പ്രിയമുള്ളവരെ, ഈ ഒരു ജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇവിടെ യെഹെസ്കേൽ രാജാവ് തൻ്റെ ശത്രുക്കളായ സൻഹേരിബിനെ ജയിക്കുവാൻ തക്കവണ്ണം അവന് സാധിച്ചു. എന്തുകൊണ്ട്? ദൈവത്തിനു വേണ്ടി വേർതിരിക്കുവാൻ, അവന്റെ സമയങ്ങളെ
അവന്റെ ജീവിതത്തെ, അവന്റെ പ്രവർത്തനത്തെ വേർതിരിക്കുവാൻ അവന് സാധിച്ചു. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലൂടെ തൻ്റെ ശത്രുക്കളെ വിജയിക്കുവാൻ അവന് സാധിച്ചത്. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിനു വേണ്ടി നമ്മുടെ സമയങ്ങളെയും പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും നമുക്ക് വേർതിരിക്കാം. വേർതിരിക്കുമ്പോൾ നിശ്ചയമായും ഹൃദയവിചാരങ്ങളെ കാണുന്നവനായ ദൈവം അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകിക്കൊണ്ട് ജയത്തിൻ്റെതായ ഉടുപ്പുകളും ജയത്തിൻ്റെതായ ജീവകിരീടവും ശോഭയുള്ള കിരീടങ്ങളും നമുക്ക് നൽകുവാനായിട്ട് സാധ്യമായി തീരും. കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുതിയ വർഷം ഇതാ നമുക്ക് മുമ്പാകെ ആരംഭിക്കുമ്പോൾ പുതിയ തീരുമാനങ്ങളോടെ നമുക്ക് പോകാം. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളെ, നിന്റെ സന്നിധിയിൽ ഞാൻ നിനക്ക് വേണ്ടി വേർതിരിക്കുവാൻ ഉണ്ടായിട്ടും വേർതിരിക്കാത്തതായ സമയങ്ങളെ, നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാത്തതായ സമയങ്ങളെ, ജീവിതത്തെ ഇതാ ഇന്നും നിന്റെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും ദൈവം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമായി തരുന്നെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെതായ ഈ ഒരു അവസ്ഥയിലേക്ക് വളരുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. വിശുദ്ധീകരണത്തിൻ്റെ തലത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം സാധ്യമായി തീരണമെങ്കിൽ ദൈവത്തെ അറിയുന്നവരായിരിക്കണം. ദൈവത്തെ അറിയുന്നവരായിരിക്കണം. ഈ കൂട്ടത്തിൽ ദൈവത്തെ അറിയാത്തവർ ഉണ്ടോ എന്ന് ഉള്ളവർ ഒന്ന് കൈവക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും കൈവക്കുകയില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ആരും ദൈവത്തെ അറിയാത്തവരല്ല. ദൈവത്തെ അറിയുന്നില്ല നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും അത് സമ്മതിക്കുകയുമില്ല. പക്ഷേ നാം ഒന്ന് ചിന്തിക്കുക, ദൈവത്തെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞിട്ടുണ്ടോ? ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഒരവസ്ഥ. യോസിയാ പ്രവാചകന്റെ രാജാവിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകി. അവന് ഭൗതികമായി ഈ ലോകത്തിൽ ഉണ്ടാകേണ്ടതായ മരണം പോലും മാറിപ്പോയി. എന്നാൽ ആ അറിവിൽ നിന്നും അവൻ ഒരല്പം വ്യതിചലിച്ചപ്പോഴാണ് അവന്റെ ജീവിതത്തിന്റെ നാശം തുടങ്ങുന്നത്. പഴയ നിയമം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധ ഉദാഹരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യെഹസ്കിയാ രാജാവ് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചതായ കാലഘട്ടത്തിൽ തൻ്റെ ശത്രുക്കൾക്കെതിരായ എല്ലാ ഉറവിടങ്ങളെയും നശിപ്പിക്കുവാനായിട്ട് അവന് സാധിച്ചു. പിന്നെയോ അവൻ ചെയ്തതായ മറ്റു കാര്യങ്ങളും നമ്മൾ മുമ്പ് വായിച്ചതായ വേദഭാഗത്തുണ്ട്. അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലുകളൊക്കെയും പണിതു. ഗോപുരപ്പുറത്ത് വേറെ മതിലുകൾ ഒക്കെയും കെട്ടിപ്പൊക്കി. ദാവീദിന്റെ നഗരത്തിലെ കേടുകളൊക്കെയും പോക്കി. പടയ്ക്ക് വേണ്ടി അനേകം കുന്തങ്ങളും പരിചകളും ഒക്കെയും അവൻ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടത്. അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലുകളെ നന്നാക്കി. ഇന്ന് പലപ്പോഴും നമുക്കില്ലാതിരിക്കുന്നതായ ഒരു സംഗതി ഇതാണ്. ധൈര്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്കെയും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. വളരെ ഭംഗിയായിട്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ മേന്മകളെയൊക്കെയും നമ്മൾ ഉദ്ഘോഷിക്കുന്നവരുമാണ്. എന്നാൽ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ധൈര്യങ്ങൾ പലപ്പോഴും ചോർന്നു പോകുന്നതായ ഒരു അവസ്ഥയാണ്. എനിക്കറിയാവുന്നതായ ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിൽ അവിടുത്തെ മകൻ മരിച്ചപ്പോൾ വളരെ ധൈര്യത്തോടുകൂടി മാതാപിതാക്കന്മാർ അതിനെ നേരിട്ടതായ ഒരു കാഴ്ച എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് എല്ലാ തരത്തിലും പ്രത്യാശയായ മകൻ മരിച്ചപ്പോൾ ദൈവിക ഇഷ്ടത്തിന് അനുസൃതമായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചതായ ഒരു കുടുംബം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ നാം പരിശോധിക്കുക. ദൈവത്തെ അറിയുവാൻ തക്കോണം സാധ്യമായി തീരുന്നവർക്ക് മാത്രമേ, ദൈവത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു തരത്തിലൂടെ ജീവിതത്തിൽ ഏത് കഷ്ടതകളോ പ്രയാസങ്ങളോ വന്നുകൊള്ളട്ടെ അതിനെ നേരിടുവാൻ തക്കോണം ഉള്ളതായ കരുത്ത് ആർജിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലൊരു യഹൂദ റാബി, അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. തൻ്റെ
ദേവാലയത്തിലെ പ്രവർത്തനങ്ങളൊക്കെയും നിർവഹിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ഭാര്യ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. ദൈവം നമുക്ക് ഒരു സമ്മാനം തന്നിട്ടുണ്ട്. ഈ സമ്മാനം ഒരു സമയത്ത് ദൈവം അങ്ങ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം? അദ്ദേഹം പറഞ്ഞു, ദൈവം തന്ന സമ്മാനം എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് തിരിച്ചെടുക്കാം. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അതിലെനിക്ക് യാതൊരു വിധമായ പരാതിയുമില്ല. ഈ മാതാവ് തൻ്റെ ഭർത്താവിനെ ഉടനെ തന്നെ ഭവനത്തിൻ്റെ ഉൾമുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഈ യഹൂദ റാബി കണ്ടത് താൻ വളരെയധികം സ്നേഹിച്ചിരുന്നതായ തൻ്റെ 2 കുഞ്ഞുങ്ങൾ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നതായ കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ ഈ ഒരു അവസ്ഥയിലൂടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനായിട്ടും സാധ്യമായി തീരുകയുള്ളൂ. 100-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: യഹോവ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. യഹോവ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കും. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പഴയ തലമുറയുമായി തട്ടിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു വ്യത്യാസങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താവശ്യപ്പെട്ടു കഴിഞ്ഞാലും അതൊക്കെയും നൽകുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാർ വളരെ ശ്രദ്ധാലുക്കളാണ്. എന്നാൽ പഴയ കാലത്ത് മാതാപിതാക്കന്മാർ അപ്രകാരമായിരുന്നുവെന്ന് ചിന്തിക്കുക. പ്രായമുള്ളവർ ഉള്ളല്ലോ, അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. എന്തെങ്കിലും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതേപടി നിവർത്തിച്ചു കൊടുക്കുവാൻ പണ്ടുകാലങ്ങളിൽ മാതാവോ പിതാവോ തയ്യാറാകില്ലായിരുന്നു. അതുകൊണ്ട് ഈ പിതാവിനോ മാതാവിനോ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് കണ്ട് നൽകുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം സാധ്യമായിരുന്നില്ല. തങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥയെ അറിഞ്ഞുകൊണ്ട് വളർന്നു വരുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ ചോദിക്കുന്നതെല്ലാം ഉടനടി ലഭിക്കുന്നതായ ഒരു സാഹചര്യത്തിലൂടെ ഇന്നത്തെ സമൂഹം നീങ്ങുമ്പോൾ ചെറിയതായ വീഴ്ചകളോ പ്രയാസങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം, അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്തതായ ഒരവസ്ഥയായിട്ട് ഇന്നത്തെ സമൂഹം മാറുന്നില്ലേ? എവിടെയാണ് നമുക്ക് കുറ്റം? ആരാണ് കുറ്റക്കാർ? ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ജീവിക്കുന്നതായ ഒരവസ്ഥ. ആദ്യ മാതാപിതാക്കന്മാരായിരുന്ന ആദമും ഹവ്വയും അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടൊപ്പം ചേർന്ന് നടന്ന് ജീവിച്ചു വരുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ അവർക്ക് സംഭവിച്ചതുപോയ ഒരല്പം മോഹം, ആ മോഹം അവരെ നയിച്ചത് പർദീസയുടെ അനുഭവത്തിൽ നിന്നും തള്ളപ്പെട്ടതായ ഒരവസ്ഥയിലേക്കാണ്. പ്രിയമുള്ളവരെ, ഈ ഒരവസ്ഥ ഇന്ന് നമുക്കും ഇല്ലേ? ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ അടിപ്പെട്ട് ഞാനും നിങ്ങളും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ദൈവത്തെ അറിയുന്നതായ തരത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ചില കാര്യങ്ങളെയൊക്കെയും പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. ലോകത്തിൻ്റെ നന്മകളെയും തിന്മകളെയും അറിയുവാനും അതിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുവാനും തക്കവണ്ണം സാധ്യമായി തീരണം. ക്രിസ്തുവാണ് നമ്മുടെ നായകൻ എന്നുള്ളതായ ആ ഒരു യഥാർത്ഥമായ വിചാരത്തിലൂടെ ജീവിക്കുവാൻ, ദൈവമാണ് നമ്മുടെ പടകിൻ്റെ അമരക്കാരൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമായി തീരണം. ഒരിക്കൽ ഒരു മകൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ ബസ് വളരെയധികം ആടി ഉലഞ്ഞ് പോകുന്നതായ ഒരു സാഹചര്യം. അങ്ങനെ പോകുന്നതായ സാഹചര്യത്തിൽ ഈ കുട്ടി വളരെ സന്തോഷത്തോടുകൂടി ഈ ബസ്സിനുള്ളിൽ ഓടിക്കളിച്ച് നടക്കുകയാണ്. ഉടനെ അടുത്തിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, മകനെ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കളിച്ച് ജീവിക്കുന്നത്? അവിടെ ഇരുന്നില്ലെങ്കിൽ ഒരിക്കലും നീ ഒരുപക്ഷെ വീണു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഉടനെ ഈ മകൻ പറഞ്ഞതായ മറുപടിയുണ്ട്, ഞാൻ ഒരിക്കലും വീഴുകയില്ല, കാരണം ഈ ബസ്സിൻ്റെ ഡ്രൈവർ എൻ്റെ പിതാവാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അമരക്കാരനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ചകളോ കോട്ടങ്ങളോ ഒന്നും തന്നെ നമ്മെ സാരമായി ബാധിക്കുകയില്ല. അതിനെയൊക്കെയും നമുക്ക് തിന്മയെന്ന് നമ്മുടെ മുമ്പാകെ തോന്നുന്നതിനെ നന്മയാക്കി തീർക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ ഒരു ദൈവമാണ് ഉള്ളത്. ഈ ദൈവത്തെ കാണുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധിക്കണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 30:29 മുതൽ 31 വരെയുള്ളതായ ഭാഗങ്ങളിൽ ഒരു വ്യക്തിയുടെ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. വൃദ്ധനായ ശീമോൻ യെരുശലേം ദേവാലയത്തിൽ യേശു കുഞ്ഞിന്റെ വരവിനെ കാത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതായ വൃദ്ധനായ ശീമോൻ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനും ഉള്ള പ്രകാശവും നിന്റെ ജനവുമായ ഇസ്രായേലിന്റെ മഹത്വമായവനെ, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. നീ സകല ജാതികളുടെയും മുമ്പാകെ ഒരുക്കിയിരിക്കുന്നതായ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. പ്രിയമുള്ളവരെ, ശീമോൻ യേശു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം അവന് സാധ്യമായെങ്കിൽ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നതായ ഒരവസ്ഥ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ പറഞ്ഞയക്കണമേ. പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്രമാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ നാം പറഞ്ഞു, പുതിയ വർഷത്തിൽ നാം പ്രതീക്ഷയോടിരിക്കുന്നു. ദൈവിക നന്മകളെ കാണുവാനും തിരിച്ചറിയുവാനും തക്കവണ്ണം ഞാനും നിങ്ങളും ഒരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധ്യമാണോ? ദൈവത്തെ അറിയുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമാണോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു രക്ഷയുടെ കണികയുണ്ട്, ഒരു രക്ഷയുടെ അവസ്ഥയുണ്ട്. ശീമോൻ യേശു ക്രിസ്തുവിൽ ഈ രക്ഷയെ കണ്ടുവെങ്കിൽ നമുക്ക് ഏവർക്കും ഇന്ന് ഈ രക്ഷയെ കാണുവാനായിട്ട് സാധ്യമായി തീരണം. മഗ്ദലക്കാരി മറിയ യേശു ക്രിസ്തുവിനെ കണ്ടു. അവളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ദൈവത്തിന്റെ രക്ഷയെ അവൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. യാക്കോബിന്റെ കല്ലറയിൽ വെച്ച്, യാക്കോബിന്റെ കിണറ്റിനരികിൽ വെച്ച് യേശുവിന്റെ ദൈവ കൃപയെ കാണുവാൻ തക്കവണ്ണം ആ സ്ത്രീക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവകൃപയെ എവിടെ വെച്ചാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ? നമുക്ക് ഈ ദേവാലയത്തിന്റെ ഉൾമുറിയിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നോക്കുന്നു. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയ്ക്കായിട്ട് നമ്മൾ കാംക്ഷിക്കുന്നു. പരിശുദ്ധൻ തൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ, ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇടവിടാതെ ദൈവവുമായി സംസാരിച്ചുകൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചു. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തെ അറിയുന്ന ഒന്നായി തീരണം. ഈ ലോകത്തിൻ്റെതായ അറിവല്ല, ഈ ലോകത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതല്ല, ഈ ലോകത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതല്ല. നന്മയുടെ പാഠങ്ങൾ, ദൈവികമായ അറിവുകൾ, ദൈവത്തെ അറിയുവാനുള്ളതായ, അറിയേണ്ടതുപോലെ അറിയുവാനുള്ളതായ മുഖാന്തരമായി നമുക്ക് ഏവർക്കും സാധ്യമായി തീരണം. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. എന്തിനു വേണ്ടി? പാപികളായ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി. എന്തായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും പാപം? ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് നാം നമ്മെ തന്നെ തകർത്തിരുന്നതായ ഒരവസ്ഥ. തകർക്കപ്പെട്ടതായ ഒരു ജനതയ്ക്ക് വേണ്ടി തകർന്നവനായി ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. തകർക്കപ്പെട്ടതായ ഒരു ജനത്തിന് വേണ്ടി തകർന്നവരുടെ ശരീരത്തെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ എടുത്തു. തകർക്കപ്പെട്ടതായ
ഒരു ജനതയ്ക്ക് വേണ്ടി സ്വജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം യേശു തയ്യാറായി. ഈ തകർത്തവനായ ദൈവത്തെ കാണുവാൻ, അറിയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ? നാം ചിന്തിക്കുക. നമുക്ക് നഷ്ടപ്പെടുന്നത് ഒന്നും തന്നെയില്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒന്നും തന്നെയില്ല. ഈ ലോകത്തിൻ്റെതായ അവസ്ഥകളോ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ചിന്തകളോ ഒന്നും തന്നെ നമ്മുടെ ഒരു നഷ്ടമല്ല. പിന്നെയോ ദൈവത്തെ നാം അറിയുന്നുണ്ടെങ്കിൽ, ദൈവത്തെ നാം മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നിൽപ്പ് ദൈവസന്നിധിയിൽ കൂടുതൽ പരിശുദ്ധിയുടേതായ ഒന്നായി തീരണം. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ അനുഭവമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധ്യമായി തീരണം. നാം കുരിശു വരയ്ക്കാറുണ്ട്. എന്താണ് കുരിശുവര? 2 വരകളാണ് കുരിശിൽ ഉള്ളത്. ഒന്ന് വെർട്ടിക്കലായും ഒന്ന് ഹൊറിസോണ്ടലായും, നേരെയുള്ളതും വശങ്ങളിലേക്കുള്ളതും. എന്താണ് നേരെയുള്ളതായ കുരിശുകൾ സൂചിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവ് യേശു മിശിഹ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഒരു ബന്ധം. പാപികളായ നമ്മളെ വലത്തുഭാഗത്തെ നന്മയുടെ മക്കളാക്കി തീർത്തു. അവിടെ 2 വശങ്ങളിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം പൂർത്തിയാകണമെങ്കിൽ മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം പൂർത്തിയാകണം. മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം പൂർത്തിയാകണമെങ്കിൽ ദൈവത്തെ അറിയുന്നതായ തലത്തിലേക്ക് ഞാനും നിങ്ങളും ഉയരണം. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുന്ന തലത്തിലേക്ക് ഞാനും നിങ്ങളും ഉയരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് 2 പിതാക്കന്മാരുടെ ഓർമ്മകൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. കപ്പദോക്യൻ പിതാക്കന്മാരായ മാർ ബസേലിയോസിന്റെയും മാർ ഗ്രിഗോറിയോസിന്റെയും. സത്യവിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന് പോരാടിയവരായ 2 പിതാക്കന്മാരാണ്. അലക്സാണ്ട്രിയൻ വിശ്വാസം എന്നതായ ദൈവിക തൃത്വവിശ്വാസത്തിന്റെ കറതീർന്നതായ അനുഭവത്തെ ഉറച്ചു പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഈ പിതാക്കന്മാർക്ക് സാധ്യമായി. വിവിധ തരത്തിലുള്ളതായ പ്രതികൂലതകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഏത് പ്രതികൂലതകളുടെ നടുവിലും ദൈവത്തെ ഉറച്ചു നിന്നുകൊണ്ട് സാക്ഷീകരിക്കുവാൻ, യഥാർത്ഥ വിശ്വാസത്തെ മനസ്സിലാക്കി ലോകത്തിനു മുമ്പാകെ പ്രദർശിപ്പിക്കുവാൻ, ദ തിയോളജിയൻ എന്നുള്ളതായ വാക്കുകൾക്ക് അർത്ഥവത്തായി തീരുവാൻ, അതിനർഹരായി തീരുവാൻ തക്കോണം ഈ പിതാക്കന്മാർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ പരിശോധിക്കുക. ദൈവത്തെ അറിയുന്ന തരത്തിലുള്ളതായ വിശ്വാസമാണോ? നിങ്ങളുടെ വിശ്വാസം കടുകുമണിയോടൊപ്പം പൂർണ്ണമാണെങ്കിൽ അനേകം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ മലയോട് മാറി കടലിൽ വീഴുവാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ വിശ്വാസങ്ങൾ നാം പരിശോധിക്കുക. ഈ വിശ്വാസത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ വിശദീകരണത്തിൻ്റെതായ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളുമായി തീരണം. ഈ പുതിയ വർഷത്തിൽ ഈ ഒരു വിശ്വാസ സംഹിത നമുക്ക് ഏവർക്കും ഉണ്ടാവണം. വിശ്വാസത്തിനു വേണ്ടി പോരാടിയതായ 2 പിതാക്കന്മാരെ ഓർത്തുകൊണ്ട് ഈ വർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ കറതീർന്നതായ ഓർത്തഡോക്സ് വിശ്വാസം, അതിൽ ഒരു തരത്തിലുമുള്ളതായ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യമാവരുത് എന്നുള്ളതായ ചിന്ത എന്നെയും നിങ്ങളെയും ഭരിക്കണം. ചെറിയതായ ലാഭങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ചില അനുഭവങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ തള്ളിപ്പറയുന്നതായ ഒരവസ്ഥയിൽ ഞാനും നിങ്ങളും ജീവിക്കുകയാണെങ്കിൽ, അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിന് വിരോധമായി പ്രവർത്തിച്ചതായ സാഹചര്യത്തിൽ അവർക്കുണ്ടായതായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മീയമായി നമ്മെ വിശ്വാസത്തിൽ വഴി നടത്തിയ പിതാക്കന്മാരെ അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഞാനും നിങ്ങളും പോകുമ്പോൾ നിശ്ചയമായും ദൈവീകത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ ഈ ഒരവസ്ഥയിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. ഈ പുതുവർഷത്തിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവീക കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. പ്രിയമുള്ളവരെ, യെഹെസ്കേൽ രാജാവ് തൻ്റെ ജീവിതകാലത്ത്, തൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അവൻ ജീവിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീർന്നു. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചതിനാൽ ദൈവിക കരുണകളെ പ്രാപിച്ചുകൊണ്ട് തൻ്റെ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം
അവന് സാധ്യമായി തീർന്നു. ആ ഒരു ദൈവിക അവസ്ഥയിലേക്ക് വളരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണമെങ്കിൽ, ദൈവിക കരുണയുടെ അവസ്ഥയിലൂടെ പോകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണമെങ്കിൽ, ഈ പുതിയ വർഷത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഏവർക്കും സാധ്യമായി തീരണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഡയാലിസിസ് എന്നുള്ളതായ വാക്ക് നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഡയാലിസിസ്? രക്തത്തിൻ്റെ ഒരു ശുദ്ധീകരണമാണ്. നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ ദൂഷ്യമുണ്ടാകുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്നതായ ഒരവസ്ഥ. ഈ ഡയാലിസിസ് നടത്തുമ്പോൾ മലിനപ്പെട്ടതായ രക്തത്തെ മാറ്റി പുതിയ രക്തത്തെ അവിടേക്ക് മനുഷ്യ ശരീരത്തിലേക്ക് നിറയ്ക്കുകയാണ്. ഈ ഒരു ശുദ്ധീകരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസിനെ ഓർപ്പിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെതായ അവസ്ഥയിലേക്ക് വളരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരട്ടെ. ഈ വിശുദ്ധീകരണത്തിൻ്റെതായ അവസ്ഥ ഈ നാളുകളിൽ നമുക്ക് ഏവർക്കും സാധ്യമായി തീരണം. ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് അവനിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണം. അങ്ങനെ നല്ലൊരു ശുദ്ധീകരണമായിട്ട് ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ. ഈ പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ളതായ സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ കൂടി നമ്മുടെ ജീവിത അന്ത്യം വരെയും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതായ പാതകളിലൂടെ ദൈവത്തെ മുൻനിർത്തിയുള്ളതായ ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമുക്ക് ഏവർക്കും അതിനിടയായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നല്ല ഒരു ദൈവിക അനുഭവങ്ങൾ ഈ ഒരു വർഷക്കാലവും തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.